രണ്ട് ക്യാരക്ടറായിട്ടാണ്. പിന്നെ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. 1986 കാലഘട്ടം തങ്കമണി സംഭവമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇമോഷണലി പാക്ഡ് മൂവി. ദിലീപയുടെ ഒരു രക്ഷയില്ല, പൊളിയാണ്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. പടം കുഴപ്പമില്ല ബ്രോ, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. നല്ല പടമാണ്. നല്ല ഒരു വേറിട്ട പടം തന്നെയാണ്. നല്ലൊരു അഭിനയം കാഴ്ച. സൂപ്പർ, അടിപൊളി. അടിപൊളി. പടം കൊള്ളാം, ഇമോഷണലി പാക്ഡ് മൂവി. അത്ര ദിലീപയുടെ ഒരു രക്ഷയില്ല, പൊളിയാണ്. പടം നമ്മൾ എന്തോറോ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തൊന്നും ആ രീതിയൊന്നും ഇല്ല. നല്ല പടം. കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. മനോഹരമായിട്ടുണ്ട്. ദിലീപേട്ട ഒരു രക്ഷയില്ല, പക്കയായിട്ട് എടുത്തിരിക്കും. ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. പടം കുഴപ്പമില്ല ബ്രോ, സെക്കൻഡ് ഹാഫ് പൊളിയാണ്. ഫസ്റ്റ് ഹാഫ് ബോർ, ഒരു ആവറേജ്. നല്ല പടമാണ്. നല്ല പടം, സൂപ്പറായിട്ട്. കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല പടം. രണ്ട് ക്യാരക്ടറായിട്ടാണ്. പിന്നെ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിഗംഭീരമെന്ന് പറയില്ല, എന്നാലും എന്താ പറയുക, വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്. വലിയ ബോറടിയൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു ദിലീപേട്ടൻ പടം തന്നെയാണ് പറയാൻ. സിനിമ തുടങ്ങി മുതൽ അവസാനം വരെ കുറച്ചൊരു അതിനാടകീയമായ രീതിയിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അത് പടുത്ത് പറയേണ്ടത് എൻ്റെ സംഭാഷണങ്ങളാണ്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആയിട്ടൊന്നും വന്ന പടമല്ല, ഒരു മീഡിയം ലെവലിൽ വന്നതാണ്. എനിക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. മേക്കിംഗ് എല്ലാം കൊള്ളാം. പിന്നെ ചിലയിടത്ത് പാളി പോയിട്ടുണ്ട്, ചിലത് ഡ്രാമാറ്റിക്കായി ഫീലും വന്നിട്ടുണ്ട്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല. 1986 കാലഘട്ടം തങ്കമണി സംഭവമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. പടം കൊള്ളാം, വലിയ ബോറിംഗ് ഒന്നുമില്ല. സിദ്ദിഖ് എന്നുള്ളൊരു നടൻ, കാരണം അദ്ദേഹം എന്തായാലും നമുക്കറിയാം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണ്. എന്ത് കൊടുത്താലും പുള്ളിക്കാരൻ പുള്ളിയുടേതായിരിക്കും. വേറെ കുറ്റമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാണാൻ പറ്റിയ ഒരു നല്ല മൂവി തന്നെയാണ്. വലിയ ബോറടിയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, വാച്ചബിൾ ഫിലിമാണ്. നടന്നൊരു സംഭവമാണ്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി കൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സംഭവം നടക്കുന്നു. ഇതാണ് ഒരു സിനിമയുടെ ഒരു പിന്നെ അതിനുശേഷം നടത്തുന്ന കുറച്ച് റിവെഞ്ച് പാർട്ട്.